ജൂലൈ 22 തിങ്കളാഴ്ച. യോഹന്നാൻ 20 അധ്യായം 1 മുതൽ 2 വരെയും 11 മുതൽ 18 വരെയും വാക്യങ്ങൾ. ഇന്ന് തിരുസഭ മഗ്ദലന മറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ സുവിശേഷം രേഖപ്പെടുത്തുന്നത് യേശുവിൻ്റെ മരണത്തിന് തൊട്ട് പിന്നാലെ സംഭവിച്ച കാര്യങ്ങളാണ്. മറിയം അതിരാവിലെ തന്നെ അവൻ്റെ ശവകുടീരത്തിങ്കിലേക്ക് പോയി. മറിയം കല്ലറയ്ക്കലെത്തിയപ്പോൾ കല്ലറയുടെ പ്രവേശന കവാടത്തിലെ കല്ല് നീക്കം ചെയ്യപ്പെട്ടതായി കണ്ടു. ആരോ യേശുവിൻ്റെ ശരീരം കല്ലറയിൽ നിന്ന് നീക്കം ചെയ്തതായി അവൾ വിശ്വസിച്ചു. യേശു തൻ്റെ പീഡകളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ടെങ്കിലും അത് മഗ്ദലന മറിയത്തിനും മറ്റു ശിഷ്യന്മാർക്കും മനസ്സിലായില്ല. അതുകൊണ്ടാണ് ശൂന്യമായ കല്ലറ കണ്ടപ്പോൾ യേശുവിൻ്റെ ശരീരം മോഷ്ടിക്കപ്പെട്ടതെന്ന് അവൾ കരുതിയത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുനാഥൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ കരയുകയായിരുന്നു. മറിയം കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കിയപ്പോൾ കല്ലറയിൽ 2 മാലാഖമാർ ഇരിക്കുന്നത് കണ്ടു. മാലാഖമാർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? പിന്നീട് യേശുവും അവളോട് ചോദിക്കുന്നുണ്ട്, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? എന്തിനാണ് കരയുന്നത്? ഇത് മഗ്ദലന മറിയത്തോട് മാത്രമല്ല, ഇന്ന് നമ്മളോടും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. കരയുന്നതിന് നമുക്ക് നിരവധി കാരണങ്ങളുണ്ടാകാം. എന്നാൽ യേശു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർപ്പിക്കപ്പെട്ടു എന്നത് നാം ഒരിക്കലും മറക്കരുത്. ആ വസ്തുതയ്ക്കായി മാത്രം നമുക്ക് സന്തോഷിക്കാൻ കാരണമുണ്ട്. കാരണം മരണം അവസാനമല്ല, മറിച്ച് അത് ഒരു വഴിയാണ്, നിത്യജീവനിലേക്കുള്ള വഴിയാണ് എന്ന് നമുക്കറിയാം. കഷ്ടപ്പാടുകൾക്കും അനീതിക്കുമെതിരായ വിജയം നമുക്ക് ഇപ്പോൾ ഉറപ്പാണ്. യേശു പതുക്കെ മറിയത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ മറിയം, ആ നിമിഷം മറിയത്തിൻ്റെ കണ്ണുകളും ഹൃദയങ്ങളും തുറന്നു. ഹീബ്രു ഭാഷയിൽ അവൾ ഒരൊറ്റ വാക്ക് മാത്രം സംസാരിച്ചു, റബ്ബൂനി, അതായത് അധ്യാപകൻ അല്ലെങ്കിൽ ടീച്ചർ. അപ്പോൾ യേശു മറിയത്തെ ആദ്യത്തെ ശിഷ്യയായി അയക്കുകയാണ്. യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള അത്ഭുതകരമായ വാർത്ത അവൾ പങ്കുവയ്ക്കാൻ ഉടനെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോയി. അവൾ സന്തോഷത്തോടെ അവരോട് പറഞ്ഞു, ഞാൻ കർത്താവിനെ കണ്ടു. ഒരു നിമിഷം നമുക്ക് സ്വയം ചോദിക്കാം, എപ്പോഴാണ് നിങ്ങൾ യേശുവിൻ്റെ സാന്നിധ്യം അവസാനമായി അനുഭവിച്ചത്? ഒരുപക്ഷെ യേശു നിങ്ങളുടെ കൂടെ സന്നിഹിതനായിരുന്നു എന്നത് ഒരു തോന്നൽ മാത്രമായിരിക്കാം. അത് ആ അനുഭവം ആരോടെങ്കിലും നിങ്ങൾ പങ്കുവെച്ചോ? യേശുവിൻ്റെ സാന്നിധ്യവും സ്നേഹവും കാണാനും അനുഭവിക്കാനുമുള്ള ഒരു അത്ഭുതകരമായ സമ്മാനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കാം. ചിലപ്പോൾ ഈ സമ്മാനം യേശുവുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള സമ്പർക്കമാകാം. മറ്റു ചിലപ്പോൾ യേശു നമ്മെ ശ്രദ്ധിക്കുന്നതോ സ്നേഹിക്കുന്നതോ ആയ മറ്റൊരു വ്യക്തിയിലൂടെ നമ്മെ സന്ദർശിച്ചേക്കാം. അല്ലെങ്കിൽ ഒരു സൂര്യോദയത്തിൻ്റെ സൗന്ദര്യത്തിലും ഒരു കുട്ടിയുടെ ആലിംഗനത്തിലും ഒരു അപരിചിതൻ്റെ പുഞ്ചിരിയിലും യേശു നമുക്ക് അനുഭവപ്പെടാം.
പ്രിയപ്പെട്ടവരെ, യേശു എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും തുറന്ന കണ്ണുകളും തുറന്ന മനസ്സും തുറന്ന ഹൃദയവും ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് യേശുവിനെ കാണാൻ സാധിക്കും. അതല്ല എങ്കിൽ അവനെ മിസ് ചെയ്യാൻ എളുപ്പമാണ്. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.